Dear students, our second chapter is Sexual Reproduction in Flowering Plants. Flowering plants are also called angiosperms. What is meant by angiosperm? Angio means covered. Sperma means seed. The word angiosperm means covered seeded. അതായത് angiosperms എല്ലാം തന്നെ കവേർഡ് സീഡഡ് പ്ലാന്റ്സ് ആണ്. അതായത് സീഡ്സ് ഫ്രൂട്ടിനുള്ളിലാണ് കാണുന്നത്. നിങ്ങൾക്കറിയാം, ഫ്രൂട്ട്സ് ഉണ്ടാകുന്നത് ഫ്ലവേഴ്സിൽ നിന്നുമാണ്. വാട്ട് ഈസ് എ ഫ്ലവർ? ഫ്ലവർ ഈസ് ദ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഓഫ് angiosperms. It is a modified shoot which is developed from terminal bud or axillary bud. സാധാരണയായിട്ട് മുകുളങ്ങൾ, ബഡ്സ് എന്ന് പറയുന്നത് മുകുളങ്ങളാണ്. മുകുളങ്ങള് കാണ്ഡത്തിന്റെ അഗ്രഭാഗത്തും ലീഫിന്റെ ആക്സിൽസിലുമാണ് കാണപ്പെടുന്നത്. ഈ മുകുളങ്ങളിൽ നിന്നാണ് പുതിയ ഷൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ചില മുകുളങ്ങൾ പൂക്കളായിട്ട് മാറുന്നു. ഇവിടെയുള്ള വെജിറ്റേറ്റീവ് ലീവ്സ് ഫ്ലോറൽ വേൾഡ്സ് ആയിട്ട് മോഡിഫൈ ചെയ്യുന്നു. Flowers and fruits are the characteristic features of angiosperms. ഒരു ഫ്ലവറിന്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ ടിപ്പിക്കൽ ഫ്ലവർ ആയിട്ട് ഷൂ ഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. ഇറ്റ് ഹാസ് 4 parts. First one is the calyx. It composed of sepals, which is the outermost floral word. Then next is the corolla. It composed of petals. അതായത് ഇതളുകൾ. ഒരു ഇതളിനെ പെറ്റൽ എന്ന് വിളിക്കും. ഒരു പൂവിലുള്ള എല്ലാ ഇതളുകളും കൂടി ചേർത്ത് കൊറോള എന്ന് പറയും. കാലിക്സും കൊറോളയും ഒരു ഫ്ലവറിന്റെ നോൺ എസെൻഷ്യൽ വേർഡ്സ് ആണ്. നോൺ എസെൻഷ്യൽ വേർഡ്സ് എന്ന് വെച്ചാൽ ഇവയ്ക്ക് റീപ്രൊഡക്ഷനിൽ നേരിട്ട് പങ്കില്ല. അടുത്ത 2 ഫ്ലോറൽ വേർഡ്സ് റീപ്രൊഡക്ഷനിൽ നേരിട്ട് പങ്കുള്ളതാണ്. ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. അതിലെ ആൻഡ്രീഷ്യം ഇസ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആൻഡ് ഗൈനീഷ്യം ഇസ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. Male reproductive structure is androecium. Its unit is stamens. ചിത്രത്തില് 2 ഡയഗ്രം ഉണ്ട്. ഫസ്റ്റ് ഡയഗ്രം സ്റ്റേമൻ. 2 പാർട്ട് ഉണ്ട് ഒരു സ്റ്റേമന്. ദി ഇലോങ്ങേറ്റഡ് പോർഷൻ ഗ്രീൻ കളേർഡ് ആണ്, കോൾഡ് ഫിലമെന്റ്. ആൻഡ് യെല്ലോ കളേർഡ് സോളൻ പാർട്ട് is the anther. ആന്തറിന്റെ ക്രോസ് സെക്ഷൻ കാണിച്ചിട്ടുണ്ട്. ക്രോസ് സെക്ഷനിൽ 4 അറകളും കാണാം. ഓരോ അറയെയും പോളൻ സാക്ക് എന്നാണ് പറയുന്നത്. ഒരു ആന്തറിന് 2 ലോബുകളുണ്ട്. ദാറ്റ് ഈസ് ആന്തർ ഈസ് ബൈലോബ്ഡ്. ഈ 2 ലോബുകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് കണക്റ്റീവ് എന്ന ഒരു സ്റ്റെറൈൽ ടിഷ്യൂ ഉണ്ട്. ഓരോ ലോബിലും 2 തീക്ക വീതം കാണാം. തീക്ക എന്നാൽ അറകൾ എന്നാണ് അർത്ഥം. അങ്ങനെ 2 ലോബുകളിലായി 4 അറകളുണ്ട്. ഈ 4 അറകളിൽ 4 മൈക്രോസ്പൊറാഞ്ചിയ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആന്തറിന്റെ ക്രോസ് സെക്ഷൻ ശ്രദ്ധിച്ചു നോക്കൂ. ആദ്യത്തേത് ഡയഗ്രമാറ്റിക് സ്കെച്ച്. രണ്ടാമത്തെ ഡയഗ്രം ഒരു പോർഷൻ എൻലാർജ് ചെയ്തതാണ്. ഒരു യങ് ആന്തറിന്റെ ഡയഗ്രമാറ്റിക് സ്കെച്ചാണത്. എൻലാർജ് ചെയ്ത പോർഷൻ ഒന്ന് ശ്രദ്ധിക്കൂ. ഔട്ടർമോസ്റ്റ് ലെയർ എപ്പിഡെർമിസ് ആണ്. ഇറ്റ് കമ്പോസ്ഡ് ഓഫ് തിൻ വാൾഡ് കോമ്പാക്ട്ലി പാക്ഡ് പാരൻകീമ സെൽസ് ആൻഡ് ഓൺലി 1 ലെയർ ഓഫ് സെൽസ്. പ്രൊട്ടക്ഷൻ ആണ് എപ്പിഡെർമിസിന്റെ ഫംഗ്ഷൻ. Just inner to epidermis, the second layer is the endothelium.
It has fibrous cell wall thickenings. It is its speciality. It helps for dehiscence of anther. ആന്തറിന്റെ ഡെഹിസൻസിന് സഹായിക്കുന്ന രണ്ടാമത്തെ ലെയറാണ് എൻഡോത്തീഷ്യം. എൻഡോത്തീഷ്യത്തിന് തൊട്ടുള്ളിലായിട്ട് 2 മുതൽ 3 ലെയർ വരെ കോമ്പാക്ട്ലി പാക്ക്ഡ് പാരൻകീമ സെൽസ് ആണ്. ഇതിനെ മിഡിൽ ലെയേഴ്സ് എന്നാണ് വിളിക്കുന്നത്. മിഡിൽ ലെയേഴ്സിലുള്ള സെൽസിൽ ധാരാളം സ്റ്റാർച്ച് ഗ്രെയിൻസ് ഉണ്ടായിരിക്കും. മിഡിൽ ലെയേഴ്സിനുള്ളിലായി ടപ്പീറ്റം സിംഗിൾ ലെയേർഡ് ആണ്. ഓരോ അറകളെയും പൊതിഞ്ഞുകൊണ്ട് കാണപ്പെടുന്നു. ഡയഗ്രത്തിൽ ചുവന്ന ന്യൂക്ലിയസോട് കൂടിയ സെൽസ് കാണാം. അതിൽ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് ടപ്പീറ്റം. ടപ്പീറ്റത്തിലുള്ള സെൽസ് ഒറ്റ ലെയർ മാത്രമേ ഉള്ളൂ. വലിയ ന്യൂക്ലിയസും നിറയെ പ്രോട്ടോപ്ലാസവും ഈ ലെയറിലുണ്ട്. ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൈക്രോസ്പോർസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ടപ്പീറ്റത്തിന്റെ ഫംഗ്ഷൻ. അങ്ങനെ ഓരോ അറയെയും അല്ലെങ്കിൽ ഓരോ മൈക്രോസ്പൊറാഞ്ചിയെയും പൂർണ്ണമായും കവർ ചെയ്തുകൊണ്ട് ഓരോ ലെയർ ടപ്പീറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ ആന്തറിന്റെ വാൾ ലെയേഴ്സ് ഏതൊക്കെയാണെന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എപ്പിഡെർമിസ്, then endothelium, middle layers and tapetum. 4 wall layers ആണുള്ളത്. ഇനി മൈക്രോസ്പൊറാഞ്ചിയ. 4 മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ട്. ഓരോ മൈക്രോസ്പൊറാഞ്ചിയയിലും സ്പോറോജീനസ് ടിഷ്യൂ ആണുള്ളത്. ഡിപ്ലോയിഡ് സെൽസ് ആണ് സ്പോറോജീനസ് ടിഷ്യൂവിലുള്ളത്. ഈ സ്പോറോജീനസ് ടിഷ്യൂവിലുള്ള സെൽസ് മൈക്രോസ്പോർ മദർ സെൽസ് ആയിട്ട് മാറും. ഈ മൈക്രോസ്പോർ മദർ സെൽസ് മിയോട്ടിക് ഡിവിഷന് വിധേയമാവുകയും 4 മൈക്രോസ്പോറുകൾ വീതം പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഈ 4 മൈക്രോസ്പോറുകളും ഒരുമിച്ച് ഒരു ഗ്രൂപ്പായി കാണപ്പെടും. ഇതിനെ മൈക്രോസ്പോർ ടെട്രാഡ്സ് എന്ന് വിളിക്കും. മൈക്രോസ്പോർസിനെ തന്നെയാണ് പോളൻ ഗ്രെയിൻസ് എന്ന് പറയുക. മൈക്രോസ്പോർ ടെട്രാഡ്സ് അല്ലെങ്കിൽ പോളൻ ടെട്രാഡ്സ് എന്നാണ് ഇവയെ പേര് പറയുന്നത്. മൂന്നാമത്തെ ഡയഗ്രാം ഒരു മെച്യൂറായ ആന്തറിന്റെ ഡയഗ്രാം ആണ്. ഇവിടെ ഓരോ ലോബിലും ഉള്ള മൈക്രോസ്പൊറാഞ്ചിയ ഒരുമിച്ച് ചേർന്ന് ഒറ്റ അറയായിട്ട് കാണുന്നു. അതിനുള്ളിൽ ധാരാളം മൈക്രോസ്പോർസ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ്. അത് ബഡ്സ്റ്റ് ചെയ്ത് പൊട്ടിത്തുറന്ന് അതിൽ നിന്നും മൈക്രോസ്പോർസ് പുറത്തേക്ക് പോകും. ആന്തറിന്റെ സ്ട്രക്ചറാണ് അടുത്തത്. അതെല്ലാവരും ഒന്ന് വായിച്ച് ഭംഗിയായിട്ട് മനസ്സിലാക്കുക. All layers of anther. Outermost layer is the epidermis. Function protection. Then next is the endothelium. Single layered with the fibrous thickenings in the cell wall, help for dehiscence of anther. Then third is the middle layers, 2 to 3 layers of thin walled parenchyma cells which contains starch grains. Then is the tapetum, innermost wall layer which give nourishment to the developing pollen grains. മൈക്രോസ്പോർസ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മൈക്രോസ്പോറോജനസിസ് എന്ന് പറയുന്നത്. മൈക്രോസ്പൊറാഞ്ചിയുടെ ഉള്ളില് സ്പോറോജീനസ് ടിഷ്യൂ ഉണ്ട്. ഡിപ്ലോയിഡ് ടിഷ്യൂസ് ആണ്. അതിൽ നിന്ന് അടുത്ത സ്റ്റേജില് പോളൻ മദർ സെൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. മൈക്രോസ്പോർ മദർ സെൽസ് എന്നും വിളിക്കാം. ഡിപ്ലോയിഡ് തന്നെയാണ്. ഈ ഡിപ്ലോയിഡ് പോളൻ മദർ സെൽസ് റിഡക്ഷൻ ഡിവിഷന് വിധേയമാവുകയും പോളൻ ടെട്രാഡ്സ് ഫോം ചെയ്യുകയും ചെയ്യും. ഓരോ പോളൻ ഗ്രെയിനും അല്ലെങ്കിൽ ഓരോ മൈക്രോസ്പോറും ഹാപ്ലോയിഡ് ആയിട്ടുള്ളതാണ്. ഈ പോളൻ ടെട്രാഡ്സിൽ നിന്നും പോളൻ ഗ്രെയിൻസ്
അല്ലെങ്കിൽ മൈക്രോസ്പോർട്സ് വേർപെട്ടു പോകുന്നു. പോളൻ ഗ്രെയിൻസിന് ഒരു പേര് കൂടെ വിളിക്കാറുണ്ട്, മെയിൽ യാമറ്റോഫൈറ്റ്.